Sophia, mute you. Good morning. Good morning, ma'am. Good morning, ma'am. Good morning, ma'am. എല്ലാവരും വായിച്ചൊക്കെ നോക്കിയോ? ഫ്രണ്ട് ഓഫീസ് എടുത്ത് എത്ര വരെ വായിച്ചു വെക്കോ? റീഡ് ചെയ്തില്ലേ? വായിച്ചിട്ട് മനസ്സിലാവുന്നുണ്ടോ? ക്യാച്ച് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടോ? Yes or no? കുഴപ്പമില്ല അല്ലേ? ഓക്കെ. ഞാൻ കുറച്ചൊരു ഷോർട്ട് നോട്ട് തരാം കേട്ടോ. ഒരു ടോപ്പിക്, അതായത് നമ്മളൊരു ഭാഗം കവർ ചെയ്ത് കഴിഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് മനസ്സിലാവാൻ വേണ്ടിട്ട് ജസ്റ്റ് ഒരു ഷോർട്ട് നോട്ട് തരാം കേട്ടോ, ക്ലാസ് കഴിഞ്ഞതിന് മുമ്പായിട്ട്. ഓക്കെ, അപ്പൊ നമുക്ക് നെക്സ്റ്റ് പാർട്ടിലേക്ക് കിടക്കാം അല്ലെ. എന്താണ് കസ്റ്റമർ നീഡ്സ്? കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കസ്റ്റമർ നീഡ്സ് എന്താണ്? കസ്റ്റമർ നീഡ്സ്, ജയലക്ഷ്മി, എന്താ കസ്റ്റമർ നീഡ്സ്? Goods and services. ഗുഡ്സ് ആൻഡ് സർവീസ്. Specific the goals. ഗോൾസ് അച്ചീവ് ചെയ്യാനുള്ള ഗുഡ്സ് ആൻഡ് സർവീസിനെയാണ് എന്ത് പറയുന്നത്? കസ്റ്റമർ നീഡ്സ് എന്ന് Customer പറയുന്നത്. needs. ഓക്കെ. ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. വാട്ട് ഈസ് CRM? CRM എന്ന് പറയുന്ന ഒരു എന്താ പറയാ ഷോർട്ട് ഫോം അവിടെ കൊടുത്തിട്ടുണ്ട്. CRM stands for Customer Relationship Management. As the name indicates, CRM software is a system for managing relationship with the customers. CRM എന്ന് പറഞ്ഞാല് ഒരു കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെന്റ് ആണ്. പേര് സൂചിപ്പിക്കുന്നത് പോലെ CRM സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് അത് മാനേജ് ചെയ്യുന്നത് കസ്റ്റമറുമായിട്ടുള്ള റിലേഷനെ മെയിൻറ്റെയിൻ ചെയ്യാനാണ് CRM സോഫ്റ്റ്വെയർ യൂസ് ചെയ്യുന്നത്. ഹോസ്പിറ്റലിൽ യൂസ് ചെയ്യുന്ന ഒരു സോഫ്റ്റ്വെയർ ആണെന്ത്? CRM സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. കസ്റ്റമറുമായിട്ടുള്ള റിലേഷൻ മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ആണ് എന്ത് ചെയ്യുന്നത്? CRM സോഫ്റ്റ്വെയർ ഉപയോഗിച്ചുകൊണ്ട് ഫങ്ഷൻസ് ചെയ്യുന്നത് കേട്ടോ. ഫ്രണ്ട് ഓഫീസിലെ ഫങ്ഷൻസ് കൂടുതലായിട്ട് ചെയ്യുന്നത് CRM സോഫ്റ്റ്വെയർ ഉപയോഗിച്ചുകൊണ്ടാണ്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം വാട്ട് ഈസ് ഹെൽത്ത് കെയർ CRM. ഓക്കെ, ആരോഗ്യ മേഖലയിൽ എങ്ങനെയാണ് CRM സോഫ്റ്റ്വെയർ ഹെൽപ്പ് ചെയ്യുന്നത്? Health care customer relationship management can manage a complete database of patients that are recorded securely and cannot be accessed by third parties. Okay, അതായത് ഈ ഒരു CRM എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ ഉപയോഗിച്ചുകൊണ്ടാണ് പേഷ്യന്റിന്റെ കംപ്ലീറ്റ് ഡാറ്റാബേസ് ഉള്ള ഡീറ്റെയിൽസ് എന്ത് ചെയ്യുന്നത്? റെക്കോർഡുകൾ, അവരുടെ ഡീറ്റെയിൽസും സഹിതം കാര്യങ്ങൾ, അവരുടെ എല്ലാ തരം ഡീറ്റെയിൽസും റെക്കോർഡ് ചെയ്ത് സൂക്ഷിക്കുന്നതും അതുപോലെ തന്നെ ഒരു തേർഡ് പാർട്ടി ആക്സസ് ചെയ്യാത്ത രീതിയിൽ അത് കീപ്പ് ചെയ്യുന്നതും CRM സോഫ്റ്റ്വെയർ ഉപയോഗിച്ചുകൊണ്ടാണ് കേട്ടോ. നമ്മളിപ്പോ ഒരു ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ
നമ്മുടെ എല്ലാത്തരം വിവരങ്ങൾ അല്ലെ, നമ്മുടെ പേര്, നമ്മുടെ അഡ്രസ്സ്, മൊബൈൽ നമ്പർ, അതുപോലെ തന്നെ നമ്മുടെ മെഡിക്കൽ ഹിസ്റ്ററി, അങ്ങനെയുള്ള എല്ലാത്തരം വിവരങ്ങളും നമ്മൾ എവിടെ കൊടുക്കുന്നുണ്ട്? ഫ്രണ്ട് ഓഫീസിൽ കൊടുക്കുന്നുണ്ട് അല്ലെ. അപ്പൊ ഇത് സൂക്ഷിച്ചു വെക്കുന്നതും അതുപോലെ തന്നെ ഒരു മൂന്നാമതൊരാൾ, അതാണ് തേർഡ് പാർട്ടി എന്ന് പറയുന്നത്, മൂന്നാമതൊരാള് കയറി വന്നിട്ട് ഈ ഒരു ഡീറ്റെയിൽസ് എന്ത് ചെയ്യാൻ പാടില്ല, കോപ്പി ചെയ്യാനായിട്ട് പാടില്ല, അല്ലെങ്കിൽ അതിനകത്ത് നോക്കാനായിട്ട്, അല്ലെങ്കിൽ അത് അവർക്ക് ഷോ ചെയ്യാനായിട്ട് പാടുള്ളതല്ല. ഹോസ്പിറ്റലും പേഷ്യന്റും തമ്മിലുള്ള ഒരു രഹസ്യ കോണ്ടാക്ട് ആണെന്ന് പറയുന്നത് പേഷ്യന്റ് റെക്കോർഡ് എന്ന് പറയുന്നത്. അപ്പോൾ തേർഡ് പാർട്ടി ആക്സസ് ചെയ്യാത്ത രീതിയിൽ ഇത് സൂക്ഷിച്ചു വെക്കുന്നത് CRM സോഫ്റ്റ്വെയർ ഉപയോഗിച്ചുകൊണ്ടാണ് കേട്ടോ. ഓക്കെ. The CRM medical software can easily provide the information required to the patients through text, phone calls, or email from anywhere at any time. Furthermore, this information can also be used by hospitals to keep them informed on personalized care as a type of marketing measure. CRM in healthcare not only stores patient contact information, but it also gives a comprehensive overview of their medical history, appointments, and prescriptions, as well as in short, the availability of medical CRM helps the healthcare industry to offer instant service, solution, and improve the overall performance of the hospitals. Okay. അതായത് CRM സോഫ്റ്റ്വെയർ ഉപയോഗിച്ചുകൊണ്ട് ഇൻഫോർമേഷൻസ് പേഷ്യന്റിലേക്ക് പാസ് ചെയ്യുന്നു. ഓക്കെ, ഇൻഫോർമേഷൻസ് എന്ത് ചെയ്യുന്നു? പേഷ്യൻസിലേക്ക് പാസ് ചെയ്യുന്നു. എങ്ങനെയാണ് പാസ് ചെയ്യുന്നത് CRM സോഫ്റ്റ്വെയർ ഉപയോഗിച്ചുകൊണ്ട്? അത് ടെക്സ്റ്റിലൂടെയോ, ഫോൺ കോൾസിലൂടെയോ, ഇമെയിലിലൂടെയോ, ടെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ SMS ആണ് കേട്ടോ. SMS-ലൂടെയോ അല്ലെങ്കിൽ ഫോൺ കോൾസിലൂടെയോ ഇമെയിൽ സന്ദേശം വഴിയോ ആണ് ചെയ്യുന്നത് പേഷ്യന്റിലേക്ക് ഇൻഫോർമേഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നത്. അത് എവിടെ വേണമെങ്കിലും, ഏത് സ്ഥലത്തായാലും, ഏത് സമയത്തായാലും നമുക്ക് ഇൻഫോർമേഷൻസ് കൊടുക്കാനായിട്ട് സാധിക്കും. CRM സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് ആരിലേക്കും എന്ത് പ്രൊവൈഡ് ചെയ്യാനായിട്ട് സാധിക്കും? ഇൻഫോർമേഷൻസ് കൊടുക്കാനായിട്ട് സാധിക്കും. അതിപ്പോ നമ്മുടെ സ്ഥലത്ത് തന്നെ ആയിരിക്കണം, നമ്മുടെ കേരളത്തിൽ തന്നെ ആയിരിക്കണം എന്നില്ല, ഇന്ത്യയിൽ തന്നെ ആയിരിക്കണം എന്നില്ല, വിദേശത്തേക്ക് എന്ത് ചെയ്യാം? ഈ സോഫ്റ്റ്വെയർ ഉപയോഗിച്ചുകൊണ്ട് എന്ത് ചെയ്യാം? ഫോൺ കോളിലൂടെയോ ടെക്സ്റ്റിലൂടെയോ ഇൻഫോർമേഷൻസ് പാസ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അതുപോലെ തന്നെ ഇതൊരു ഇൻഫോർമേഷൻ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഉപാധി മാത്രമല്ല, മറിച്ച് മാർക്കറ്റിംഗ് തന്ത്രമായിട്ടും CRM സോഫ്റ്റ്വെയറിനെ യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതായത് CRM സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് ഹോസ്പിറ്റലിന്റേതായിട്ടുള്ള കാര്യങ്ങൾ, അതായത് ഹോസ്പിറ്റലിന്റെ അതായത് ഡെയിലി അവരുടെ ഓരോരോ പ്രവർത്തനങ്ങള്, കൺസൾട്ടേഷൻ, പുറത്തുനിന്നുള്ള ഡോക്ടേഴ്സ് ഒക്കെ വരുന്നത്, അതുപോലെ അവർ പ്രത്യേകമായിട്ട് നൽകുന്ന ഫെസിലിറ്റീസ്, ഇതിനെ കുറിച്ചിട്ടൊക്കെ പേഷ്യൻസിന് ഇൻഫോർമേഷൻ പാസ് ചെയ്യുന്നുണ്ട്. അപ്പോ പേഷ്യൻസിനെ ഹോസ്പിറ്റലിലേക്ക് അട്രാക്ട് ചെയ്യാനുള്ള ഒരു മാർക്കറ്റിംഗ് മെഷർ ആയിട്ടും അല്ലെങ്കിൽ മാർക്കറ്റിംഗ് തന്ത്രമായിട്ടും CRM സോഫ്റ്റ്വെയറിനെ ഹോസ്പിറ്റൽസ് ഉപയോഗിച്ച് വരാറുണ്ട് കേട്ടോ. ഓക്കെ, ഇനി അതുപോലെ തന്നെ ഈ CRM സോഫ്റ്റ്വെയറിൽ ഉള്ളത്, അതായത് CRM സോഫ്റ്റ്വെയറിൽ സൂക്ഷിച്ചിരിക്കുന്നത് പേഷ്യൻസിന്റെ കോണ്ടാക്ട് ഇൻഫോർമേഷൻസ് മാത്രമല്ല, അവരുടെ ബേസിക് ആയിട്ടുള്ള ഡീറ്റെയിൽസ് മാത്രമല്ല, കൂടാതെ അവരുടെ മെഡിക്കൽ ഹിസ്റ്ററി, അവരുടെ മുൻകാലങ്ങളിലുള്ള അവരുടെ ട്രീറ്റ്മെന്റ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ CRM സോഫ്റ്റ്വെയറിൽ സൂക്ഷിക്കുന്നുണ്ട്. അതുപോലെ അപ്പോയിന്റ്മെന്റ്സ്, അവർ എത്ര ഡോക്ടേഴ്സിനെയാണ് കണ്ടത്, അതുപോലെ തന്നെ പ്രിസ്ക്രിപ്ഷൻസ്, അവർ ഉപയോഗിച്ചിരുന്ന മരുന്നുകൾ എന്തൊക്കെയാണ്, ഇതൊക്കെ ഇതിനകത്ത് സ്റ്റോർ ചെയ്ത് വെക്കുന്നുണ്ട്. CRM സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് സ്റ്റോർ ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് ചുരുക്കി പറഞ്ഞാല് ഈ ഒരു CRM എന്ന് പറയുന്ന ഒരു സോഫ്റ്റ്വെയർ മെഡിക്കൽ ഇൻഡസ്ട്രിയിൽ അല്ലെങ്കിൽ ഹെൽത്ത് കെയർ ഇൻഡസ്ട്രിയെ സംബന്ധിച്ച് വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒന്നാണ്. ധാരാളം സർവീസുകൾ ഉടനടി തലക്ഷണം തന്നെ പേഷ്യൻസിനായാലും അല്ലെങ്കിൽ വിസിറ്റേഴ്സിനായാലും സർവീസുകൾ ഉടനടി കൊടുക്കാനായിട്ട് CRM സോഫ്റ്റ്വെയർ സാധിക്കും. അതുപോലെ തന്നെ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ അപ്പോൾ തന്നെ ഇൻസ്റ്റന്റ് ആയിട്ടുള്ള സൊല്യൂഷൻ ഈ ഒരു CRM സോഫ്റ്റ്വെയറിലൂടെ കൊടുക്കാനായിട്ട് സാധിക്കും. ഹോസ്പിറ്റലിന്റെ മൊത്തത്തിലുള്ള നല്ല രീതിയിലുള്ള ഒരു പ്രവർത്തനത്തിന് CRM സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ. ഓക്കെ, ക്ലിയർ ആണോ? CRM മനസ്സിലായോ? ഓക്കെ,
ഒന്നുകൂടി പോയിന്റ് ആയിട്ട് പറയാം. CRM എന്ന് പറഞ്ഞാല് കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെന്റ് എന്നാണ് മീനിങ് ആയിട്ട് വരുന്നത്. അതായത് പേഷ്യന്റ് ഡാറ്റാബേസിലുള്ള വിവരങ്ങൾ, പേഷ്യന്റുമായിട്ട് ഡാറ്റാബേസിലുള്ള വിവരങ്ങൾ സൂക്ഷിച്ചു വെക്കുന്നത് CRM സോഫ്റ്റ്വെയർ വഴിയാണ്. കൂടാതെ പേഷ്യന്റുമായിട്ടൊരു നല്ല രീതിയിലുള്ള ഒരു ബന്ധം, റിലേഷൻ മെയിൻറ്റെയിൻ ചെയ്യുന്നതും CRM സോഫ്റ്റ്വെയർ വഴിയാണ്. ഈ ഒരു സോഫ്റ്റ്വെയർ വഴി പേഷ്യന്റിനെ തൽക്ഷണം SMS-ലൂടെയും ഫോൺ കോൾസിലൂടെയും ഇമെയിൽ സന്ദേശത്തിലൂടെയും അപ്പോൾ അപ്ഡേറ്റ്സ്, ഹോസ്പിറ്റലിന്റെ ഭാഗത്തു നിന്നുള്ള അപ്ഡേറ്റ്സ് പേഷ്യന്റിനെ അറിയിക്കുന്നതും CRM സോഫ്റ്റ്വെയർ ഉപയോഗിച്ചുകൊണ്ടാണ്. പേഷ്യന്റെ ബേസിക് ഡീറ്റെയിൽസ് മാത്രമല്ല CRM സോഫ്റ്റ്വെയർ സൂക്ഷിച്ചു വെക്കുന്നത്, മറിച്ച് പേഷ്യന്റ് മെഡിക്കൽ ഹിസ്റ്ററി, അപ്പോയിന്റ്മെന്റ്സ്, പ്രിസ്ക്രിപ്ഷൻ മുതലായിട്ടുള്ള എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യുന്നുണ്ട്, കളക്ട് ചെയ്ത് വെക്കുന്നുണ്ട്. അതായത് ഈ ഒരു CRM സോഫ്റ്റ്വെയർ ഹെൽത്ത് കെയർ ഇൻഡസ്ട്രിയിലെ എത്രയധികം ഇമ്പോർട്ടന്റ് ആണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇത് പെട്ടെന്നുള്ള ഇൻസ്റ്റന്റ് ആയിട്ടുള്ള സൊല്യൂഷൻ കൊടുക്കുന്നു, സർവീസ് കൊടുക്കുന്നു. അങ്ങനെ ആ ഒരു ഹോസ്പിറ്റലിന്റെ ഡെവലപ്മെന്റിനെ ഓവറോൾ സഹായിക്കുന്നത് CRM സോഫ്റ്റ്വെയർ ആണ്. ഓക്കെ, ദെൻ അഡ്വാൻറ്റേജ് കേട്ടോ. അതായത് CRM സോഫ്റ്റ്വെയർ കൊണ്ടുള്ള നേട്ടങ്ങൾ എന്തൊക്കെയാണ്, അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്നാണ് പറയുന്നത്. ഫസ്റ്റ് വൺ, കോംപ്രഹെൻസീവ് പേഷ്യന്റ് മാനേജ്മെന്റ് സോഫ്റ്റ്വെയർ ക്യാൻ ഡു ഓൾ ദ ടാസ്ക് ഇൻ റിലേഷൻ വിത്ത് മാനേജിങ് അപ്പോയിന്റ്മെന്റ്സ്. അതായത് പേഷ്യന്റിന്റെ അപ്പോയിന്റ്മെന്റ്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ കാര്യങ്ങളും മാനേജ് ചെയ്യുന്നത് CRM സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ടാണ്. അതായത് നമ്മളിപ്പോ ഒരു ഡോക്ടറെ കാണാനായിട്ട് അപ്പോയിന്റ്മെന്റ് എടുക്കാണെന്ന് വിചാരിക്കാം, അത് CRM സോഫ്റ്റ്വെയറിലാണ് എന്ത് ചെയ്യുക, എൻ്റർ ചെയ്ത് സൂക്ഷിച്ചു വെക്കുക കേട്ടോ. അപ്പൊ അപ്പോയിന്റ്മെന്റ്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ മാനേജ് ചെയ്യുന്നത് CRM സോഫ്റ്റ്വെയർ ആണ്. രണ്ടാമത്തത്, മൾട്ടി ഡിപ്പാർട്ട്മെന്റ് കൊളാബറേഷൻ. A hospital or private practice has many departments that must work in agreement to provide the best patient experience. അതുപോലെ തന്നെ പറയുന്നുണ്ട്, ഒരു ഹോസ്പിറ്റലിലെ പല ഡിപ്പാർട്ട്മെന്റുകളും തമ്മിൽ കോർഡിനേറ്റ് ചെയ്തുകൊണ്ട് പ്രവർത്തിക്കണം അല്ലെ. അതായത് പല ഡിപ്പാർട്ട്മെന്റുകൾ തമ്മിൽ കോർഡിനേറ്റ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഒരു ഹോസ്പിറ്റലിൽ പ്രവർത്തിക്കുന്നത്. അപ്പൊ ഡിപ്പാർട്ട്മെന്റ് വൈസ് കോർഡിനേഷൻ ഇംപ്രൂവ് ചെയ്യുന്നതിന് CRM സോഫ്റ്റ്വെയർ സഹായിക്കും. ഓക്കെ, ഡിപ്പാർട്ട്മെന്റ് വൈസ് കോർഡിനേഷൻ ഇംപ്രൂവ് ചെയ്യുന്നതിന് ആര് സഹായിക്കുന്നുണ്ട്, CRM സോഫ്റ്റ്വെയർ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. Then മൂന്നാമത്തെ പോയിന്റ്, CRM system can also collect and organize reports that will be beneficial as a healthcare organization. These reports can be regarding patient requests or complaints, referrals, or internal issues like medical equipment functioning. അതുപോലെ തന്നെ ഒരു ഹെൽത്ത് കെയർ ഓർഗനൈസേഷന് പ്രയോജനകമാകുന്ന റിപ്പോർട്ടുകൾ കളക്ട് ചെയ്യാനായിട്ട് CRM സോഫ്റ്റ്വെയറിന് കഴിയും. ഓക്കെ, അതായത് ഒരു ഹോസ്പിറ്റലിന്റെ ഫംഗ്ഷനിങ്ങിന് ആവശ്യമായിട്ടുള്ള റിപ്പോർട്ടുകൾ കളക്ട് ചെയ്യാൻ ആർക്ക് സാധിക്കും, CRM സോഫ്റ്റ്വെയറിന് സാധിക്കും. ഇത് ഈ ഒരു സോഫ്റ്റ്വെയർ എന്ത് ചെയ്യുന്നുണ്ട്, പേഷ്യന്റിന്റെ റിക്വസ്റ്റുകൾ എന്ത് ചെയ്യുന്നുണ്ട്, കേൾക്കുന്നുണ്ട്. അതുപോലെ തന്നെ കംപ്ലൈന്റുകൾ, അതായത് പേഷ്യന്റ് റിക്വസ്റ്റ് അയക്കുമ്പോൾ ആ ഒരു റിക്വസ്റ്റുകളോ അല്ലെങ്കിൽ കംപ്ലൈന്റുകളോ CRM സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഉടനടി റിപ്ലൈ കൊടുക്കുന്നത്. എങ്ങനെ, SMS-ലൂടെയോ ഫോൺ കോളിലൂടെയോ ഒക്കെ എന്ത് ചെയ്യുന്നത്, അപ്പൊ തന്നെ റിപ്ലൈ കൊടുക്കുന്നത് ഈ ഒരു CRM സോഫ്റ്റ്വെയർ ഉപയോഗിച്ചുകൊണ്ടാണ്. അതുപോലെ തന്നെ കംപ്ലൈന്റും റിക്വസ്റ്റും മാത്രമല്ല, ഇപ്പൊ മെഡിക്കൽ എക്യുപ്മെന്റ് എന്തെങ്കിലും തകരാറിലാവുകയാണെങ്കിൽ അതിന്റെ ഉടനടി അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള തർക്കം പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് CRM സോഫ്റ്റ്വെയർ ആണ് എന്ത് ചെയ്യുന്നത്, ഈ കാര്യങ്ങളൊക്കെ എൻ്റർ ചെയ്ത് സൂക്ഷിച്ച് വെക്കുന്നത്. ഓക്കെ, മനസ്സിലായില്ല എന്നൊരു കുട്ടി പറഞ്ഞു. അതായത് ഒരു പേഷ്യന്റിന് എന്തെങ്കിലും ഒരു കാര്യത്തിൽ എന്തെങ്കിലും കംപ്ലൈന്റുകളോ അല്ലെങ്കിൽ റിക്വസ്റ്റുകളോ ഉണ്ടെങ്കിൽ CRM സോഫ്റ്റ്വെയറിലാണത് സ്റ്റോർ ചെയ്ത് വെക്കുക. ഓക്കെ, ഒരു പേഷ്യന്റ് വന്നൊരു കംപ്ലൈന്റ് പറയാണ്, ആ കംപ്ലൈന്റ് CRM സോഫ്റ്റ്വെയർ വഴിയാണ് എന്ത് അതിനകത്ത് എൻ്റർ ചെയ്ത് വെക്കുക. അതിൽ നിന്നാണ് പേഷ്യന്റിന് SMS-ഓ അല്ലെങ്കിൽ ഫോൺ കോൾസിലൂടെയൊക്കെ എന്ത് കിട്ടുന്നത്, ഓട്ടോമേറ്റഡ് ആയിട്ടുള്ള സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, അത്ര ഉള്ളൂ കേട്ടോ. ദെൻ നാലാമത്തെ പോയിന്റ്, സേവ് ടൈം ആൻഡ് റിസോഴ്സസ്. ഈച്ച് ഡോക്ടർ ആൻഡ് നഴ്സ് അറ്റ് യുവർ ഹോസ്പിറ്റൽ ഓർ പ്രൈവറ്റ് പ്രാക്ടീസ് ക്യാൻ ഓട്ടോമേറ്റ് ദെയർ കലണ്ടർ വിത്ത് CRM സോഫ്റ്റ്വെയർ. അതുകൂടാതെ
ഡോക്ടേഴ്സ്, അതായത് പുറത്തു നിന്നുള്ള ഡോക്ടേഴ്സ് ഒക്കെ വരുമ്പോൾ അവരുടെ കലണ്ടർ, അതായത് അവർ കൺസൾട്ട് ചെയ്യുന്ന തീയതികള് CRM സോഫ്റ്റ്വെയർ ഉപയോഗിച്ചുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ഓട്ടോമേറ്റ് ചെയ്ത് വെക്കുന്നത് കേട്ടോ. അതായത് ഇപ്പൊ ഓരോ, നമുക്കറിയാമല്ലോ പുറത്തു നിന്നുള്ളൊക്കെ ഡോക്ടേഴ്സ് ഒക്കെ വരുമ്പോൾ അവരുടെ ഡേറ്റ്സും മറ്റുമൊക്കെ എന്താണ് വളരെ ചുരുക്കമായിരിക്കും, ഷോർട്ട് ആയിട്ടായിരിക്കും ഉണ്ടാവുക, ഷോർട്ട് അവൈലബിലിറ്റി ആയിരിക്കുള്ളൂ. അപ്പൊ പ്രത്യേകം ഈ ഒരു CRM സോഫ്റ്റ്വെയർ ഉപയോഗിച്ചുകൊണ്ടാണ് ഡോക്ടർമാരുടെ തീയതികൾ, അതായത് കൺസൾട്ടേഷൻ ഡേറ്റുകള് CRM സോഫ്റ്റ്വെയറിലാണ് അപ്ഡേറ്റ് ചെയ്ത് വെക്കുന്നത്, ഓട്ടോമേറ്റഡ് ആയിട്ട് അപ്ഡേറ്റ് ചെയ്ത് വെക്കുന്നത്. ഓക്കെ, ദെൻ ഫിഫ്ത് വൺ, റെഡ്യൂസ് എറേഴ്സ് ഇൻ മെഡിക്കൽ ബില്ലുകൾ. അതായത് മെഡിക്കൽ ബില്ലുകളിലെ പിശകുകള്, തെറ്റുകള് തിരുത്താനായിട്ട് CRM സോഫ്റ്റ്വെയർ സഹായിക്കുന്നു. മെഡിക്കൽ ബിൽസ് ഒക്കെ എന്താണ്, ബില്ലുകളൊക്കെ പ്രിപ്പയർ ചെയ്യുമ്പോൾ അതിനകത്ത് എന്തെങ്കിലും മിസ്റ്റേക്കുകൾ ഉണ്ടെങ്കിൽ CRM സോഫ്റ്റ്വെയർ ആണ് എന്ത് ചെയ്യുന്നത്, അത് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്. തെറ്റുകളുണ്ട്, സാധാരണ മെഡിക്കൽ ബില്ലുകളിൽ പിശകുകൾ വരാറില്ല, വരുന്നുണ്ടെങ്കിൽ തന്നെ നമ്മുടെ കയ്യിൽ എത്തുന്നതിന് മുമ്പായിട്ടാണ് എന്തെങ്കിലും എറേഴ്സ് ഉണ്ടാവുക. അതപ്പം തന്നെ പരിഹരിക്കുന്നത് CRM സോഫ്റ്റ്വെയർ ഉപയോഗിച്ചുകൊണ്ടാണ്. ഓക്കെ, സിക്സ്ത് വൺ, improve communication, email automation or SMS make sure that timely response are sent to a patient inbox after they take action in some way. അതുപോലെ തന്നെ ആശയവിനിമയത്തിന് സഹായിക്കുന്നു, അതായത് കമ്മ്യൂണിക്കേഷൻ ഇംപ്രൂവ് ചെയ്യുന്നു. ഞാൻ പറഞ്ഞു, അതായത് പേഷ്യൻസിന് ഓട്ടോമേറ്റഡ് ആയിട്ടുള്ള, അതായത് SMS വഴിയോ ഇമെയിൽ വഴിയോ ഫോൺ കോൾ വഴിയോ എന്താണ് ചെയ്യുന്നത്, ഇൻഫോർമേഷൻ പാസ് ചെയ്യുന്നത് അല്ലെ. എന്തെങ്കിലും പേഷ്യന്റിന്റെ ഭാഗത്ത് എന്തെങ്കിലും റിക്വസ്റ്റുകളോ കംപ്ലൈന്റുകളോ ഉണ്ടെങ്കിൽ പേഷ്യന്റിന് ഉടനടി തന്നെ റിപ്ലൈ കൊടുക്കാനായിട്ട് CRM സോഫ്റ്റ്വെയർ വഴിയാണ് എന്ത് ചെയ്യുന്നത്, ഹോസ്പിറ്റല് അവർ മുൻകൈ എടുക്കുന്നത്. ഒരു സോഫ്റ്റ്വെയർ വഴിയാണ് ഈ കാര്യങ്ങൾ, അതായത് റിപ്ലൈ കൊടുക്കുന്നത്. അപ്പോ ഈ പേഷ്യന്റെ അടുത്ത് ഈ റിപ്ലൈ, അതായത് അവരുടെ ഇൻബോക്സിൽ, റിപ്ലൈസ്, മറുപടികളും മറ്റും കിട്ടുന്നുണ്ടോ നമുക്ക് ഉറപ്പ് വരുത്തേണ്ടത് എന്താണ്, അതിന്റെ ഒരു ഇതായിട്ടാണ് വരുന്നത്. എന്തായാലും കിട്ടിയിരിക്കണം. ഇപ്പൊ എന്തെങ്കിലും ഒരു കംപ്ലൈന്റുകൾ ഉണ്ടെങ്കിൽ അതിനുടനെ തന്നെ റിപ്ലൈസ് കൊടുക്കാനായിട്ട് CRM സോഫ്റ്റ്വെയറിന് സാധിക്കും. ഓക്കെ, then seventh point, CRM software will allow you to segment your patient based on their health issues, location, age, gender. അതുകൂടാതെ വേറൊരു പ്രത്യേകത, CRM-ന്റെ പ്രത്യേകത എന്ന് പറയുന്നത് പേഷ്യൻസിനെ തമ്മിൽ എന്ത് ചെയ്യുന്നു, സോർട്ട് ചെയ്യുന്നു. ഓക്കെ, പേഷ്യന്റിനെ ഡിവൈഡ് ചെയ്യുന്നു. ഓക്കെ, അതായത് ഇപ്പോ പ്രായമുള്ള ഒരു കൂട്ടം ആളുകളെ തമ്മിൽ സെഗ്മെന്റ് ചെയ്യുന്നു, അതായത് അവരെ ഒരു ടേബിളിലാക്കുന്നു. 60 വയസ്സിന് മുകളിലുള്ള ആളുകളാണെങ്കിൽ അവരെ ഏജ് അനുസരിച്ചിട്ട് എന്താണ് ആക്കുന്നത്, ഹോസ്പിറ്റലിൽ 60 വയസ്സിന് മുകളിൽ ട്രീറ്റ്മെന്റ് എടുത്ത ആളുകളെ തമ്മിൽ ഒരു ടേബിളിലാക്കുന്നു, അതായത് പ്രത്യേകം അവരെ സോർട്ട് ചെയ്യുന്നു. ദെൻ ഓരോരുത്തരുടെയും മെഡിക്കൽ, അവരുടെ ട്രീറ്റ്മെന്റ് എന്താണ്, അവരുടെ രോഗം എന്താണെന്ന് തരംതിരിച്ചിട്ട് അവരെ തമ്മിൽ എന്ത് ചെയ്യുന്നു, പ്രത്യേകമായിട്ട് ഒരു ടേബിളില് ആക്കുന്നു. ഇപ്പോ ക്യാൻസർ പേഷ്യൻസ് ഒരു ഹോസ്പിറ്റലില്, അതായത് ഏത് ഹോസ്പിറ്റലിലാണോ CRM സോഫ്റ്റ്വെയർ ഉപയോഗിക്കുന്നത് ആ ഹോസ്പിറ്റലില് ക്യാൻസർ പേഷ്യൻസ് ഉണ്ടെങ്കിൽ ആ ക്യാൻസർ പേഷ്യൻസിനെ മൊത്തത്തിൽ എന്ത് ചെയ്യുന്നു, സോർട്ട് ചെയ്യുന്നു. ഓക്കെ, അതാണ് ഇവിടെ എന്ത് പറയുന്നത്, ഹെൽത്ത് ഇഷ്യൂസിനനുസരിച്ച് ആളുകളെ സോർട്ട് ചെയ്യുന്നു, ഏജിനനുസരിച്ച് ആളുകളെ സോർട്ട് ചെയ്യുന്നു. അതുപോലെ തന്നെ ആൺപെൺ വ്യത്യാസം, ഇപ്പോ ട്രീറ്റ്മെന്റ് എടുക്കുന്ന സ്ത്രീകൾ ഉണ്ടാകാം, പുരുഷന്മാരുണ്ടാകാം, അവരെ തമ്മില് മെയിൽ ഓർ ഫീമെയിലിനെ കണക്കാക്കി എന്ത് ചെയ്യുന്നു, സോർട്ട് ചെയ്യുന്നു. ഇതൊക്കെ ആരാ ചെയ്യുന്നത്, CRM സോഫ്റ്റ്വെയർ ഉപയോഗിച്ചുകൊണ്ടാണ് ഇത് ചെയ്യുന്നത് കേട്ടോ. ഇപ്പൊ പെട്ടെന്ന് തന്നെ നമുക്കിപ്പോ നമ്മുടെ കയ്യിൽ പെട്ടെന്ന് ഒരു ഒബിച്ചിട്ട്, അതായത് നമ്മളിപ്പോ സ്ഥിരമായിട്ട് ഒരു ഹോസ്പിറ്റലിൽ തന്നെ നമ്മൾ പോകുന്ന ഒരാളാണെങ്കിൽ അവിടെ നിന്ന് നമുക്കൊരു സ്ലിപ്പ് തരും അല്ലെ, നമ്മുടെ OP ഫയൽ നമ്പറൊക്കെ ഉള്ള ഒരു സ്ലിപ്പ് തരും. അത് കൊണ്ട് ചെന്നിട്ടാണ് എന്ത് ചെയ്യുന്നത്, പെട്ടെന്ന് നമ്മുടെ ഫയൽ അവര് വീണ്ടെടുക്കുന്നത്, അതായത് ഫയൽ എടുത്തിട്ട് കൺസൾട്ടേഷന് കൊടുക്കുന്നത്. ഇതിന് നമുക്ക് പെട്ടെന്ന് ഒരു ദിവസം ഈ ഒരു സ്ലിപ്പ് നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടമായെന്ന് വിചാരിക്കാം. ഓക്കെ, അങ്ങനെ നഷ്ടമായെന്ന് വിചാരിക്കുമ്പോൾ അങ്ങനെ, അതായത് നമ്മൾക്ക് ഇത് ഒരു മാർഗവും, ആ സാധനം നഷ്ടപ്പെട്ടു പോയി, ഫയൽ എടുക്കാനായിട്ട് ആ ഫയൽ നമ്പർ അറിയാനായിട്ട് യാതൊരു മാർഗവും ഇല്ലെന്ന് വിചാരിക്കാം. നമ്മൾ ഹോസ്പിറ്റലിൽ ചെയ്യുകയാണ്, നമ്മള് എന്താ പറഞ്ഞു കൊടുക്കുക, മൊബൈൽ നമ്പറാണ് പറഞ്ഞു കൊടുക്കുക അല്ലെ. മൊബൈൽ നമ്പർ ഉൾപ്പെടെയുള്ള കാര്യങ്ങള് സോർട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് CRM സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ടാണ്. ഇനി അതിനകത്ത് മെയിൽ ഓർ ഫീമെയിൽ എന്നൊക്കെ അറിയാനായിട്ട് സാധിക്കും, അതും എന്ത് തന്നെയാണ്, CRM സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ട്
പ്രത്യേകമായിട്ട് സോർട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് കേട്ടോ. അപ്പോ ഇങ്ങനെയുള്ള നമ്മളിപ്പോ ചെന്ന് പറയുന്നത് പോലെ തന്നെ എളുപ്പമുള്ള കാര്യമല്ല, കുറെ ഇതുണ്ട്. അതായത് ഹോസ്പിറ്റലിന്റെ ഈ ഒരു സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ടാണ് അവര് ഫയലിന്റേതായിട്ടുള്ള എല്ലാ ഫ്രണ്ട് ഓഫീസിലെ ഫങ്ഷൻസ് മൊത്തം എന്ത് ചെയ്യുന്നത്, വർക്ക് നടക്കുന്നത് കേട്ടോ. ഓക്കെ. Then 8th point, it also connects front office and the back office function. അതുകൂടാതെ ഫ്രണ്ട് ഓഫീസിനെയും ബാക്ക് ഓഫീസിനെയും കണക്ട് ചെയ്യുന്നത് CRM സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ടാണ്. നമുക്കറിയാം ഫ്രണ്ട് ഓഫീസ് എന്ന് പറയുന്നത് നമ്മൾ കയറി ചെല്ലുന്ന ഒരു സൈഡാണ് അല്ലെ, അതായത് നമ്മൾ ഫസ്റ്റ് കാണുന്ന ഒരു ഏരിയയാണ് ഫ്രണ്ട് ഓഫീസ് എന്ന് പറയുന്നത്. ഇനി ബാക്ക് ഓഫീസിലാണ് എന്ത് വരുന്നത്, കൺസൾട്ടേഷൻ റൂമുകൾ വരുന്നത്, ബാക്കിയുള്ള ഡിപ്പാർട്ട്മെന്റ്സ് ഒക്കെ വരുന്നത് ബാക്ക് ഓഫീസിലാണ്. അപ്പൊ ഈ ബാക്ക് ഓഫീസിനെയും ഫ്രണ്ട് ഓഫീസിനെയും തമ്മിൽ അതിനെ ബന്ധിപ്പിക്കുന്നത് CRM സോഫ്റ്റ്വെയർ ഉപയോഗിച്ചാണ്. ബാക്ക് ഓഫീസിലെ ഫങ്ഷൻസ് നമുക്ക് അറിയാനായിട്ട് സാധിക്കുന്നത്, ഫ്രണ്ട് ഓഫീസിലെ ഒരു റിസപ്ഷനിസ്റ്റിന് അറിയാനായിട്ട് സാധിക്കുന്നത് CRM സോഫ്റ്റ്വെയർ വഴിയാണ്. ഇപ്പൊ ഡോക്ടർമാർക്ക് അതായത് എത്ര പേഷ്യൻസിനെ അവർ നോക്കിക്കഴിഞ്ഞു, ഇനി എത്രയാണ് അടുത്ത ടോക്കൺ, ഇതൊക്കെ അറിയാനായിട്ട് സാധിക്കുന്നത് CRM സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ടാണ് കേട്ടോ. ഓക്കെ, ക്ലിയർ ആണോ? CRM സോഫ്റ്റ്വെയർ എന്ന് പറയുന്ന കാര്യമൊന്നുമല്ല കേട്ടോ, നിങ്ങൾ പേടിക്കൊന്നും വേണ്ട. CRM സോഫ്റ്റ്വെയറിന്റെ ഒരു സാമ്പിൾ ഇത് ഇവിടെ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ നോക്കിയേ, കാണുന്നുണ്ടോ? പ്രത്യേകം അതായത് ബേസ് ആയിട്ട് ഇതിനകത്ത് അറിഞ്ഞിരിക്കേണ്ടത് ഈ സോഫ്റ്റ്വെയർ വഴിയാണ് നിങ്ങൾ ഇനി ജോലിക്ക് ചെന്നാലും ഫ്രണ്ട് ഓഫീസിലാണ് നിങ്ങൾക്ക് ജോലി കിട്ടുന്നതെങ്കിൽ ഈ സോഫ്റ്റ്വെയറിനെയാണ് നിങ്ങൾ ആദ്യം പരിചയപ്പെടുക. ഈ സോഫ്റ്റ്വെയർ വഴിയാണ് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ ഡ്യൂട്ടി ചെയ്യുക. അതാണ് മെയിൻ ആയിട്ട് ഇതിനകത്ത് അറിഞ്ഞിരിക്കേണ്ട കാര്യം. ബാക്കിയുള്ള കാര്യങ്ങൾ, അതായത് ബേസ് ആയിട്ട് ഇതിനെ കുറിച്ച് അറിയുക, ബാക്കിയുള്ള കാര്യങ്ങൾ ഈ സോഫ്റ്റ്വെയറിന്റെ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ്, കൂടുതലായിട്ട് എന്തൊക്കെയാണ് നടക്കുന്നത് എന്നൊക്കെ ഇതിൽ അറിയാൻ പറ്റും. അവര് നമുക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. മാത്രമല്ല കമ്പ്യൂട്ടറിനെ, അതായത് കമ്പ്യൂട്ടറിന്റെ ഒരു ചാപ്റ്റർ നമുക്കുണ്ട്, അതിനകത്ത് നമുക്ക് കമ്പ്യൂട്ടർ കൈകാര്യം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട ധാരാളം കാര്യങ്ങൾ അറിയാനായിട്ട് സാധിക്കും. ഓക്കെ, അതിനകത്ത് MS Excel വരുന്നുണ്ട്, പവർ പോയിന്റ് ഉണ്ട്, അതുപോലെ ധാരാളം കാര്യങ്ങൾ കമ്പ്യൂട്ടറുമായി ബന്ധപ്പെട്ട ബേസിക് ഓപ്പറേഷൻസ് ഉൾപ്പെടെ എങ്ങനെയാണ് കമ്പ്യൂട്ടർ പ്രവർത്തിപ്പിക്കേണ്ടത് തുടങ്ങിയുള്ള എല്ലാ കാര്യങ്ങളും അതിനകത്ത് നിങ്ങൾക്ക് പറഞ്ഞു തരും. അപ്പൊ കൂടുതൽ നിങ്ങൾക്ക് ഇതെങ്ങനെയാണ് കമ്പ്യൂട്ടറിൽ ഇത് കാണാൻ സാധിക്കുന്നത്, അതെങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് നിങ്ങൾക്ക് ക്ലിയർ ആവും കേട്ടോ. ഓക്കെ, മനസ്സിലായോ? ക്ലിയർ ആണോ? ഓക്കെ, അപ്പൊ നോക്കിക്കോളൂ, കണ്ടോ CRM സോഫ്റ്റ്വെയറിന്റെ ഒരു സാമ്പിൾ ആണ് കണ്ടോ. അത് കുറെ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. പേഷ്യന്റിന്റെ നെയിം, അതുപോലെ ജെൻഡർ, ഡേറ്റ് ഓഫ് ബർത്ത്, അഡ്രസ്, അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ കേട്ടോ. പിന്നെ മെഡിക്കേഷൻ, ഡ്രഗ് പ്രിസ്ക്രിപ്ഷൻ എന്തൊക്കെയാണ്, ഡോക്ടർ ഏത് ഡോക്ടറെയാണ് കണ്ടിട്ടുള്ളത്, അതുപോലെ തന്നെ എന്തൊക്കെയാണ് ട്രീറ്റ്മെന്റ് അല്ലെങ്കിൽ പ്രിസ്ക്രിപ്ഷൻ എന്തൊക്കെയാണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇതിനകത്ത് വരുന്നത്. ഒരു സാമ്പിൾ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് കേട്ടോ. ദെൻ അപ്പോയിന്റ്മെന്റ് ഡീറ്റെയിൽസും കാര്യങ്ങളും ഒക്കെ, അതായത് പേഷ്യന്റിന്റെ നെയിം, അദ്ദേഹത്തിന്റെ ID, ഡേറ്റ്, ടൈം, എപ്പോഴാണ് അപ്പോയിന്റ്മെന്റ് എടുത്തിരിക്കുന്നത്, ഏത് ടൈമിലാണ്, അതുപോലെ തന്നെ ഏത് ഡോക്ടറെയാണ് കാണുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇതിനകത്ത് വരുന്നത്. ഓക്കെ, ഓക്കെ, അപ്പൊ നമുക്ക് കുറച്ചൊരു നോട്ട് എഴുതാം. ഇത് ഈ ഒരു ചാപ്റ്ററുമായി ബന്ധപ്പെട്ട് വരുന്ന നോട്ട്സ് തന്നെയാണ് കേട്ടോ. ഓക്കെ, കുറച്ചുകൂടി നിങ്ങൾക്ക് ക്ലിയർ ആവാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഷോർട്ട് ആയിട്ടുള്ള ഒരു നോട്ട് തരുന്നത് കേട്ടോ. ഒരു ഹെഡിങ് കൊടുക്കുക, ഫ്രണ്ട് ഓഫീസ് സ്റ്റാഫ് എന്ന് കേട്ടോ. ഫ്രണ്ട് ഓഫീസ് സ്റ്റാഫ് എന്നൊരു ഹെഡിങ് കൊടുക്കുക. The front office staff is responsible for receiving and greeting the patients,
comma, visitors, comma, visitors. The front office staff is responsible for receiving and greeting the patients, comma, visitors. Okay, the front office staff is responsible for receiving and greeting the patients, comma, visitors. Then next point that they attend phone calls. They attend phone calls. They attend phone calls. Answers enquiries. അന്വേഷണങ്ങൾക്ക് മറുപടി കൊടുക്കുന്നു. Answers enquiries. Answers enquiries, comma, assist patients, assist patients, assist patients in filling up documents, in filling up documents. Assist patients in filling up documents. Then അടുത്ത പോയിന്റ് കേട്ടോ. ഇപ്പൊ പറഞ്ഞത് they attend phone calls, answer enquiries and assist patients in filling up documents. Okay, next പറഞ്ഞോട്ടെ. Third one പറഞ്ഞോട്ടെ. The front desk staff, the front desk staff play a, the front desk staff play a very dynamic role in, very dynamic role in, very dynamic role in canvassing image of the hospital. The front desk staff play a very dynamic role in canvassing image of hospital. Okay. They are the, okay, the front desk staff play a very dynamic role in, very dynamic role in canvassing image of the hospital, canvassing image of the hospital. The next one, they are the first point of contact. They are the first point of contact. ഇവരാണ് ഒരു ഫസ്റ്റ് പോയിന്റ് ഓഫ് കോണ്ടാക്ട് എന്ന് പറയുന്നത് കേട്ടോ. ഒരു ഹോസ്പിറ്റലിനെ അപേക്ഷിച്ച് ഫസ്റ്റ് പോയിന്റ് ഓഫ് കോണ്ടാക്ട് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് അത് ഫ്രണ്ട് ഡെസ്ക് സ്റ്റാഫ് ആണ്, അല്ലെങ്കിൽ ഫ്രണ്ട് ഓഫീസ് സ്റ്റാഫ് ആണ് കേട്ടോ. ഫസ്റ്റ് പോയിന്റ് ഓഫ് കോണ്ടാക്ട്. ഓക്കെ, ഇനി പറയാനായിട്ട് പോകുന്നത് ഫ്രണ്ട് ഓഫീസ് എക്സിക്യൂട്ടീവിന് ഉണ്ടായിരിക്കേണ്ട ചില സ്കില്ലുകളാണ്, കഴിവുകൾ എന്തൊക്കെയാണെന്ന് കേട്ടോ. ഇതൊന്ന് എഴുതിയിടുക. ഫ്രണ്ട് ഓഫീസ് സ്റ്റാഫ് സ്കിൽസ്, ഫ്രണ്ട് ഓഫീസ് സ്റ്റാഫ് സ്കിൽസ്.
ഓക്കെ, ഫസ്റ്റ് വൺ എന്തായിരിക്കും ആദ്യത്തെ ഒരു സ്കില്ല്? നിങ്ങളൊന്ന് കമന്റ് ചെയ്തേ. ഒരു ഫ്രണ്ട് ഓഫീസിന് ആദ്യം വേണ്ട ഒരു സ്കിൽ എന്തായിരിക്കണം? ഒന്ന് കമന്റ് ചെയ്തേ. എന്താണ് ആദ്യത്തെ സ്കിൽ എന്ന് പറയുന്നത്? കമ്മ്യൂണിക്കേഷൻ വേണം. ഗുഡ് കമ്മ്യൂണിക്കേഷൻ സ്കില്ല് വേണം. ഓക്കെ, പേഷ്യൻസ് ലെവൽ വേണം. ബിഹേവിയർ വേണം, ലാംഗ്വേജ് വേണം, കസ്റ്റമേഴ്സിനോട് നല്ല പെരുമാറ്റം, പൊളൈറ്റ്നെസ് വേണം, പ്ലീസിങ് മെന്റാലിറ്റി വേണം, ലാംഗ്വേജ്. ഓരോരുത്തർ കമന്റ് ചെയ്യുന്നതായിട്ട് ഞാൻ പറയുന്നേ. സ്മൈല് വേണം. ഓക്കെ, സ്മൈല് വേണം. അതൊക്കെ നമ്മളുടെ നോട്ടിൽ വരുന്നുണ്ട്, സ്മൈലൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഓക്കെ, പ്രൊഫഷണലിസം. ജയലക്ഷ്മിയാണ് കമന്റ് ചെയ്തത് കേട്ടോ. പ്രൊഫഷണലിസം ആണ് ആദ്യം വേണ്ടത് കേട്ടോ. ഓക്കെ, ജയലക്ഷ്മി, വെരി ഗുഡ്. പ്രൊഫഷണലിസം അതാണ് ആദ്യത്തെ സ്കിൽ എന്ന് പറയുന്നത് കേട്ടോ. ഒരു ഫ്രണ്ട് ഓഫീസ് സ്റ്റാഫിന്റെ ആദ്യത്തെ സ്കില്ലായിട്ട് വരുന്നത് പ്രൊഫഷണലിസം ആണ്. ഓക്കെ, എഴുതിയെന്ന് വിചാരിക്കുന്നു. ദെൻ രണ്ടാമത്തെ സ്കില്ല്, രണ്ടാമത്തേത് എന്തായിരിക്കും? ആദ്യം ഞാൻ പറഞ്ഞു പ്രൊഫഷണലിസം ആണെന്ന് അല്ലേ. രണ്ടാമത്തേന്ന് പറഞ്ഞാല് പ്രോംപ്റ്റനസ്. പ്രോംപ്റ്റനസ് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രോംപ്റ്റനസ് കൃത്യത കേട്ടോ. പ്രോംപ്റ്റനസ് കൃത്യത. PROMPNESS. ഒന്നുകൂടി പറയാം. PROMPNESS. പ്രോംപ്റ്റനസ് കേട്ടോ. കൃത്യതയാണ് എന്ത് വേണ്ടത്? രണ്ടാമത്തെ സ്കില്ലായിട്ട് വരുന്നത്. ഓക്കെ, ദെൻ തേർഡ് വൺ. തേർഡ് വൺ എന്തായിരിക്കും? അപ്പോ നമ്മൾ പ്രൊഫഷണലിസം പറഞ്ഞു, പ്രോംപ്റ്റ്നെസ്സും പറഞ്ഞു അല്ലെ. തേർഡ് വൺ എന്തായിരിക്കും? അപ്പോ 4 സ്കില്ലുകളാണ് ബേസിക് ആയിട്ട് ഇതിനകത്ത് പറയുന്നത്. തേർഡ് വൺ എന്ന് പറയുന്നത് കോർട്ടസി ആണ്. കോർട്ടസി എന്ന് പറഞ്ഞാൽ എന്താണ്? വിനയം. ഓക്കെ, കോർട്ടസി കേട്ടോ. COURTESY. കോർട്ടസി വിനയമാണ് കേട്ടോ. ഓക്കെ, അപ്പോ പ്രൊഫഷണലിസം പറഞ്ഞു, പ്രോംപ്റ്റ്നെസ് പറഞ്ഞു, കോർട്ടസി പറഞ്ഞു. ഇനി അടുത്തത് ഫോർത്ത് വൺ എന്തായിരിക്കാം? കോർട്ടസി. COURTESY. കോർട്ടസി അഥവാ വിനയം. ഓക്കെ, നാലാമത്തേതാണ് ടീം വർക്ക് കേട്ടോ. ടീം വർക്ക് അതായത് ഒരു കൂട്ടായ്മയിലൂടെ കാര്യങ്ങൾ ചെയ്യാനായിട്ട് പ്രാപ്തി നേടുക. ടീം വർക്ക് കേട്ടോ, അതാണ് നാലാമത്തേത്. അപ്പോ 4 സ്കില്ലുകള് മെയിൻ ആയിട്ട് പറഞ്ഞത്. 1 പ്രൊഫഷണലിസം ആണ്, 2 പ്രോംപ്റ്റ്നെസ് ആണ്, 3 കോർട്ടസി ആണ്, 4 ടീം വർക്ക് ആണ്. ഓക്കെ, നമുക്ക് നേരെ വരാം. നമ്മൾ ആദ്യം ഏത് എഴുതിയത്? ആദ്യത്തെ പോയിന്റ് എന്തായിരുന്നു? ആദ്യത്തെ സ്കിൽ എന്തായിരുന്നു? പ്രൊഫഷണലിസം അല്ലേ അത് എഴുതിയത് അല്ലെ. ഈ പ്രൊഫഷണലിസത്തില് കുറച്ച് കാര്യങ്ങൾ വരുന്നുണ്ട്. നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ആ പ്രൊഫഷണലിസത്തിൽ കുറച്ച് കാര്യങ്ങൾ വരുന്നത് കേട്ടോ. അതിൻ്റെതായിട്ട് വരുന്നതാണ് കേട്ടോ. പ്രൊഫഷണലിസം എന്നതുകൊണ്ട് മീൻ ചെയ്യുന്നത് എന്തൊക്കെയാണ്, എങ്ങനെയൊക്കെയാണ് അതൊരു മെഡിക്കൽ റെപ്രസെന്റേറ്റീവ് അല്ലെങ്കിൽ ഒരു മെഡിക്കൽ റിസപ്ഷനിസ്റ്റ് അത് ഷോ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, അപ്പോ ഫസ്റ്റ് തന്നെ അതായത് പ്രൊഫഷണലി സ്കിൽഡ് ആയിട്ടുള്ള ഒരു സ്റ്റാഫ് ആണെങ്കിൽ ആ ഒരു സ്റ്റാഫിന് എപ്പോഴും ഉണ്ടായിരിക്കുന്നത് പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ആണ്. ഓക്കെ, അതായത് പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ്, അതായത് എപ്പോഴും എന്താ പറയാ നല്ലൊരു ചിന്താഗതി അല്ലെങ്കിൽ നല്ലൊരു മനോഭാവം. എന്ത് കാര്യങ്ങൾ ചെയ്താലും അല്ലെങ്കിൽ എന്ത് കാര്യങ്ങൾ കേട്ടാലും എന്താണ് അത് പോസിറ്റീവായിട്ട് ചിന്തിക്കുക. ഓക്കെ, അപ്പോ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ആണ് പ്രൊഫഷണലിസത്തില് ആദ്യം വരുന്നത്. പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ്. ദെൻ അറ്റൻറ്റീവ് കേട്ടോ. രണ്ടാമത്തേതാണ് പറയുന്നത് അറ്റൻറ്റീവ്. സെക്കൻഡ് വൺ അറ്റൻറ്റീവ്. അറ്റൻറ്റീവ് എന്ന് പറഞ്ഞാൽ എന്തായിട്ട് ഉദ്ദേശിക്കുന്നത്? അവിടെ എങ്ങനെയാണ് അറ്റൻഷൻ കാണിക്കുന്നത്? ഒരു സ്റ്റാഫ് എങ്ങനെയാണ് അറ്റൻഷൻ കാണിക്കുന്നത്? എങ്ങനെയായിരിക്കും ഒന്ന് കമന്റ് ചെയ്തേ. എങ്ങനെയായിരിക്കും ഒരു സ്റ്റാഫ് അറ്റൻഷൻ കാണിക്കുന്നത്? കമന്റ് ചെയ്തേ. എങ്ങനെയാണ് അറ്റൻഷൻ
എങ്ങനെയാണ് ഷോ ചെയ്യുന്നത് അറ്റൻഷൻ? ലിസൺ ആൻഡ് കെയറിലൂടെയാണ് കേട്ടോ. ലിസൺ ആൻഡ് കെയർ, കേൾക്കുക ദെൻ പരിചരിക്കുക, അങ്ങനെയാണ് അറ്റൻഷൻ കാണിക്കുന്നത് കേട്ടോ. ലിസൺ ആൻഡ് കെയർ. അറ്റൻറ്റീവ് എന്ന് പറഞ്ഞാല് ലിസൺ ആൻഡ് കെയർ ആണ് വരിക. ഓക്കെ. അറ്റൻറ്റീവ് ഒരു ഹൈഫൺ ഇട്ടിട്ട് എഴുതാം. അതിന്റെ എക്സ്പ്ലനേഷൻ ആണ് എന്ത്? ലിസൺ ആൻഡ് കെയർ. ഓക്കെ. ആദ്യം ഞാൻ പറഞ്ഞു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ഉണ്ട്. രണ്ടാമത്തേത് അറ്റൻറ്റീവ് ആണ്, ലിസൺ ആൻഡ് കെയർ. ഓക്കെ, ക്ലിയർ ആയെന്ന് കരുതുന്നു. ദെൻ മൂന്നാമത്തെ പോയിന്റ് ഫ്രണ്ട്ലി അപ്രോച്ച് ആണ്. ഫ്രണ്ട്ലി അപ്രോച്ച്. ഫ്രണ്ട്ലി അപ്രോച്ച്. ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ബിഹേവിയർ നമുക്ക് അവരുടെ അടുത്ത് നിന്ന് കാണാനായിട്ട് സാധിക്കും. അതെങ്ങനെയാണ്? എങ്ങനെയാണ് ഒരു ഫ്രണ്ട്ലി അപ്രോച്ച് അവർ കാണിക്കുക? അവരെങ്ങനെയാ ഷോ ചെയ്യുക? അതായത് വാച്ച് ഫോർ നോൺ വെർബൽ ആൻഡ് ബോഡി ലാംഗ്വേജ് സയൻസ്. അതായത് അവര് ഒരു പേഷ്യന്റ് വന്നു കഴിഞ്ഞാല് എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യുന്നു? നിരീക്ഷിക്കുന്നു. അവരുടെ ആക്ഷൻസ് നിരീക്ഷിക്കുന്നു, അവരുടെ ബോഡി ലാംഗ്വേജ് ഒക്കെ നിരീക്ഷിക്കുന്നു. അങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്? ഫ്രണ്ട്ലി അപ്രോച്ച് കാണിക്കുന്നത് കേട്ടോ. അപ്പൊ ഫ്രണ്ട്ലി അപ്രോച്ചിന്റെ നേരെ എഴുതാം വാച്ച് ഫോർ നോൺ വെർബൽ ആൻഡ് ബോഡി ലാംഗ്വേജ് സയൻസ്. വാച്ച് ഫോർ നോൺ വെർബൽ ആൻഡ് ബോഡി ലാംഗ്വേജ് സയൻസ്. അടുത്തൊരു പോയിന്റ് ആണ്. എഴുതി കഴിഞ്ഞോ? ഇത്രയും എഴുതി കഴിഞ്ഞോ? ഓക്കെ. ദെൻ അടുത്തൊരു പോയിന്റ് ആണ്, ഇമ്പോർട്ടന്റ് ആയിട്ടൊരു പോയിന്റ് ആണ് ഐ കോണ്ടാക്ട് കേട്ടോ. ഐ കോണ്ടാക്ട് കീപ്പ് ചെയ്യാൻ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പറഞ്ഞിരുന്നതാണ്. ഐ കോണ്ടാക്ട് നമ്മൾ കീപ്പ് ചെയ്യണം അല്ലെ? അപ്പൊ ഐ കോണ്ടാക്ട് അതാണ് നെക്സ്റ്റ് പോയിന്റ്. The next point, learning to say no with courtesy and confidence. Learning to say no with courtesy and confidence. Okay, learning to say no with courtesy and confidence. ഒരു പേഷ്യന്റ് അടുത്ത് വന്നിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ചോദിക്കുമ്പോൾ അത് അറിയാൻ പറ്റുന്നില്ല എങ്കിൽ നോ പറയാനായിട്ട് പഠിക്കാം. നോ പറയുന്നത് പക്ഷേ വിനയത്തോടും അതുപോലെ തന്നെ മര്യാദയോടു കൂടിയും ആയിരിക്കണം. അത് പ്രത്യേകം ഇവിടെ മെൻഷൻ ചെയ്യുന്നുണ്ട് കേട്ടോ. എനിക്കൊന്നും അറിയില്ല അങ്ങനൊന്നും പറയാനല്ല വേണ്ടത്. പിന്നെ എന്താ വേണ്ടത്? എനിക്കറിയില്ല എന്ന് എന്ത് ചെയ്യാം? മാന്യമാണ് അല്ലെങ്കിൽ മര്യാദയോടു കൂടി അല്ലെങ്കിൽ ആത്മവിശ്വാസത്തോടു കൂടിയിട്ട് എന്ത് ചെയ്യാം? പറയാനായിട്ട് ശ്രമിക്കാം. നമുക്കൊരു കാര്യം അറിയില്ലെന്ന് പറയുമ്പോൾ നമ്മുടെ കോൺഫിഡൻസ് ലെവൽ കുറയുക ചെയ്യുന്നത്. കാരണം എന്താ? നമുക്ക് ആ കാര്യം അറിയില്ല, നമ്മളതിനെ കുറിച്ച് ബോധേഡമാണെങ്കിൽ നമ്മുടെ മൈൻഡ് ഒന്ന് ഡൗൺ ആവും. കാരണം എന്താ? നമുക്ക് അതിനെ കുറിച്ച് അറിയാത്തത് കൊണ്ട് അല്ലെ? അപ്പോ അറിയാത്ത കാര്യമാണെങ്കിൽ പോലും അത് കോൺഫിഡൻസോടുകൂടി എന്ത് ചെയ്യുക? പറയാനായിട്ട് ശ്രമിക്കുക. എനിക്കറിയില്ലെന്ന് 100% കോൺഫിഡന്റ് ആയിട്ട് എന്ത് ചെയ്യുക? പറയുക. Okay, but learning to say no with courtesy and confidence. Okay. Then last point ആണ് use names whenever possible. Use names whenever possible. Use names whenever possible. എന്താണ് ഇവിടെ പറയുന്നത്? അതായത് സാധ്യമാകുന്ന സമയത്തൊക്കെ പേര് മെൻഷൻ ചെയ്യുക അല്ലെ? അതായത് പേര് ഉപയോഗിക്കുക.
ഇപ്പൊ നമുക്ക് കുറേ അധികം ധാരാളം പേഷ്യൻസ് വരുന്ന ഒരു സ്ഥലമാണെങ്കിൽ, ഒരു ഹോസ്പിറ്റലാണെങ്കിൽ, നമുക്ക് എല്ലാവരുടെയും പേര് ഓർത്ത് വെച്ച് അവരെ പ്രത്യേകം വിളിക്കാനായിട്ട് സാധിക്കില്ല, അല്ലെ? പക്ഷെ അങ്ങനെ പേര് യൂസ് ചെയ്യുമ്പോൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആ ഒരു പേഷ്യന്റിന് ഭയങ്കരമായിട്ട് ഒരു കോൺഫിഡൻസ് തോന്നും അവരുടെ ട്രീറ്റ്മെന്റ് എടുക്കാനായിട്ട്. കാരണം എന്താ, അവരെ അത്രയും അധികം കെയർ ചെയ്യുന്നുണ്ട് എന്നൊരു തോന്നൽ ആർക്ക് തോന്നും? പേഷ്യന്റിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകും. പേരെടുത്താണ് അവരെ വിളിച്ച് ഓരോ കാര്യങ്ങൾ പറയുന്നതെങ്കിൽ. ഓക്കെ, അപ്പോ സാധ്യമാകുന്ന സമയത്തൊക്കെ പേര് യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അത് അത്ര പോസിബിൾ അല്ല, ആരെയും സംബന്ധിച്ച് ഇത്ര പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല, എന്നാലും ശ്രമിക്കുക അതിനു വേണ്ടിയിട്ട് കേട്ടോ. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇതില് വരുന്നത്. പ്രൊഫഷണലിസം എന്ന് പറയുന്ന ഒരു ഇതില് ഉൾപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത്. ഇത്രയും കാര്യങ്ങൾ ഒരു ഫ്രണ്ട് ഓഫീസ് സ്റ്റാഫിനുണ്ടെങ്കിൽ അവര് പ്രൊഫഷണലി സ്കിൽഡ് ആയിട്ടുള്ള ഒരു സ്റ്റാഫ് ആണെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. ക്ലിയർ ആയോ നിങ്ങൾക്ക്? ക്ലിയർ ആണോ? ഓക്കെ, ദെൻ ഒരു ചെറിയ ഭാഗം കൂടി ഉണ്ട് എഴുതാനായിട്ട്. 4 ചെറിയ ഷോർട്ട് പോയിന്റുകളാണ് കേട്ടോ. വർക്ക് എത്തിക്സ്. വർക്ക് എത്തിക്സ് എങ്ങനെയാണെന്ന് നോക്കാം. വർക്ക് എത്തിക്സ് എന്ന് എന്ത് ചെയ്യാം, ഒരു ഹെഡിങ് കൊടുക്കുക. ഫ്രണ്ട് ഓഫീസ് സ്റ്റാഫിന്റെ ഇതിൽ തന്നെ വരുന്നതാണ് വർക്ക് എത്തിക്സ്. വർക്ക് എത്തിക്സിൽ ആദ്യത്തെ പോയിന്റ് ആയിട്ട് വരുന്നത് പങ്ക്ച്വാലിറ്റി ആണ്. ഒരു ഫ്രണ്ട് ഓഫീസ് സ്റ്റാഫ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഏതൊരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്ന ഒരു സ്റ്റാഫ് ആയിക്കോട്ടെ, അയാൾക്ക് ഉണ്ടായിരിക്കേണ്ടത് കൃത്യനിഷ്ഠയാണ്, അല്ലെ? കൃത്യമായിട്ട്, അതായത് കൃത്യസമയത്ത് അയാളുടെ ഡ്യൂട്ടി സ്റ്റാർട്ട് ചെയ്യാം, ദെൻ ഫിനിഷ് ചെയ്യുക, അല്ലെങ്കിൽ തീരാറാവുന്ന സമയത്ത് കൃത്യമായിട്ട് അത് ക്ലോസ് ചെയ്യാം. ഓക്കെ, അപ്പൊ പങ്ക്ച്വാലിറ്റി ആണ് ആദ്യമായിട്ട് വർക്ക് എത്തിക്സിൽ വരുന്നത് കേട്ടോ. പങ്ക്ച്വാലിറ്റി. Then second one, time management. അത് വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫാക്ടർ ആണ്, അല്ലെ? നമ്മൾക്കൊരു ജോലി ചെയ്യുന്നതിനോ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു എയിം ഉണ്ടെങ്കിലോ നമ്മൾ എന്താണ് അത് നോക്കേണ്ടത്? ടൈം മാനേജ്മെന്റിനനുസരിച്ചിട്ടായിരിക്കണം നമ്മൾ ജോലികൾ തീർത്തു വെക്കേണ്ടത്. ഓക്കെ, അപ്പൊ സെക്കൻഡ് പോയിന്റ് എന്ന് പറയുന്നത് ടൈം മാനേജ്മെന്റ് ആണ്. ടൈം മാനേജ്മെന്റ്. Then third point, മാനേജ് മൾട്ടി ടാസ്കിങ്. വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഫ്രണ്ട് ഓഫീസ് സ്റ്റാഫിനെ സംബന്ധിച്ച് അവർക്ക് മാത്രമുള്ള ഒരു കഴിവാണ് എന്ത്? മൾട്ടി ടാസ്കിങ് എന്ന് പറയുന്നത് കേട്ടോ. മൾട്ടി ടാസ്കിങ്, അല്ലെ? മൾട്ടി ടാസ്കിങ്. ഇപ്പൊ ഡോക്ടറിനായാലും നഴ്സിനായാലും അവർക്ക് ഒരു ജോലിയാണുള്ളത്, അല്ലെ? അവരുടെ ജോലി എന്താണോ അത് കൃത്യമായിട്ട് ചെയ്താൽ മതി. പക്ഷെ ഈ ഒരു ഫ്രണ്ട് ഓഫീസ് സ്റ്റാഫ് എന്ന് പറയുന്നത് പല കാര്യങ്ങളാണ് അറ്റ് എ ടൈം ചെയ്യുന്നത്. ഒരു സമയം തന്നെ ഫോൺ കോൾ അറ്റൻഡ് ചെയ്യുന്നു, അതേ സമയം തന്നെ ഫയൽ കൊണ്ടുപോയി പാസ് ചെയ്യുന്നു, ദെൻ പേഷ്യൻസിനെ കൈകാര്യം ചെയ്യുന്നു. ഇതൊക്കെ എന്തിൽ വരുന്നതാണ്? അറ്റ് എ ടൈം ആണ് ഇവർ ഈ കാര്യങ്ങൾ മൊത്തം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ നിൽക്കുന്ന സ്റ്റാഫുകൾ എന്ന് പറയുന്നത് മൾട്ടി ടാസ്കിങ് സ്കില്ലുള്ളവരാണ് കേട്ടോ. മൾട്ടി മാനേജ്, മൾട്ടി ടാസ്കിങ്. നാലാമത്തത് ലാസ്റ്റ് പോയിന്റ് ആണ്, ഫോളോ ദ ചെയിൻ ഓഫ് കമാൻഡ്. ഫോളോ ദ ചെയിൻ ഓഫ് കമാൻഡ്. കമാൻഡുകൾ ഫോളോ ചെയ്യുന്നു. അതായത് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന മുകളിലുള്ള ഒരു ഡിപ്പാർട്ട്മെന്റിന്റെ ആജ്ഞകൾ അല്ലെങ്കിൽ കമാൻഡുകൾ അനുസരിച്ചിട്ടാണ് ആര് പ്രവർത്തിക്കുന്നത്? ഫ്രണ്ട് ഓഫീസ് സ്റ്റാഫ് പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവരെന്ത് ഫോളോ ചെയ്യുന്നുണ്ട്? ആ ഒരു കമാൻഡിനെ ഒരു ചെയിൻ ആയിട്ട്, ഒരു ശൃംഖല പോലെ എന്ത് ചെയ്യുന്നുണ്ട്? ഫോളോ ചെയ്ത് വരുന്നുണ്ട് കേട്ടോ. അതാണ് ഫോളോ ദ ചെയിൻ ഓഫ് കമാൻഡ് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ? ഇത്രയും കാര്യങ്ങൾ ക്ലിയർ അല്ലേ? കുറച്ചും കൂടി ഉണ്ട്, അത് ഞാൻ നെക്സ്റ്റ് ക്ലാസ്സിൽ തരാട്ടോ. അത് കംപ്ലീറ്റ് ആയിട്ടില്ല, കുറച്ചും കൂടി ഉണ്ട്. ഈസി ആയിട്ട് ക്യാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഷോർട്ട് ആയിട്ട് തരുന്നത് കേട്ടോ. എങ്കിലും ഒരു ചാപ്റ്റർ നമ്മൾ വായിക്കുമ്പോൾ കുറച്ച് മടുപ്പ് അനുഭവപ്പെടാനായിട്ട് സാധ്യതയുണ്ട്. നമുക്ക്
നോട്ടിലേക്ക് വരാം, PDF വരാം. എല്ലാവരും ശ്രദ്ധിച്ചേ. നമ്മൾ സോഫ്റ്റ്വെയറിനെ പരിചയപ്പെട്ടല്ലേ? നെക്സ്റ്റ് വൺ, വൈറ്റൽ ഫങ്ഷൻസ് ഓഫ് ദ ഫ്രണ്ട് ഓഫീസ്. അതായത് പ്രധാനപ്പെട്ട സുപ്രധാന ഫങ്ഷൻസ് എന്തൊക്കെയാണ് ഫ്രണ്ട് ഓഫീസിന്റെ എന്നാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഇന്നത്തെ ഫസ്റ്റ് പോയിന്റ് വരുന്നത് ടു ഐഡന്റിഫൈ ആൻഡ് അനലൈസ് കസ്റ്റമർ നീഡ്സ് ആൻഡ് പ്രോബ്ലംസ്. ഓക്കെ, ഫ്രണ്ട് ഓഫീസിന്റെ സുപ്രധാനപ്പെട്ട അല്ലെങ്കിൽ സുപ്രധാനമായിട്ടുള്ള ഒരു കടമകളിൽ ഒന്നാണ് അല്ലെങ്കിൽ ഫംഗ്ഷനിൽ ഒന്നാണ്, അതായത് പേഷ്യൻസിന്റെ, അതായത് കസ്റ്റമറിന്റെ ആവശ്യങ്ങളും അവരുടെ പ്രോബ്ലങ്ങളും തിരിച്ചറിഞ്ഞിട്ട് അത് അനലൈസ് ചെയ്യുക. ഒരു പേഷ്യന്റ് വന്നു കഴിഞ്ഞാല് ആ പേഷ്യന്റ് എന്താണ് പ്രോബ്ലം അല്ലെങ്കിൽ ആ പേഷ്യന്റ് എന്താണ് ആവശ്യം എന്ന് തിരിച്ചറിയുകയും അതിനെ വിശകലനം ചെയ്യുകയും ചെയ്യുക, അനലൈസ് ചെയ്യുക. അതാണ് ആദ്യത്തെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. രണ്ടാമത്തേത്, റെക്കഗ്നൈസ് ദ മോസ്റ്റ് കോമൺ റീസൺ ഫോർ കസ്റ്റമർ കംപ്ലൈന്റ്സ്. ഓക്കെ, അതായത് കസ്റ്റമറിന്റെ കംപ്ലൈന്റ്സിനുള്ള മെയിൻ ആയിട്ടുള്ള റീസൺ എന്താണെന്ന് തിരിച്ചറിയുക. കസ്റ്റമർ കംപ്ലൈന്റ്സ് എന്താണെന്ന് മെയിൻ ആയിട്ട് എന്ത് ചെയ്യുക, തിരിച്ചറിയുക. ഓക്കെ, അതായത് ഒരു ഹോസ്പിറ്റലില് ഒരു കൂട്ടം ആളുകൾക്ക് ഒരേ കംപ്ലൈന്റ് ആണെങ്കിൽ അതിന് എന്തെങ്കിലും ഒരു റീസൺ ഉണ്ടാകും. ഓക്കെ, ഇപ്പൊ ഫാർമസിയിൽ നിന്ന് മരുന്ന് കിട്ടുന്നില്ല എന്നാണ് എല്ലാ രോഗികളും വന്ന് പറയുന്നതെങ്കിൽ അത് ഫാർമസിയെ മാത്രം ബാധിക്കുന്ന ഒരു കാര്യമാണ്. കാരണം ഫാർമസിയിലെ ഫാർമസിസ്റ്റുകളുടെ ജോലികള് അവര് നേരാവണ്ണം ചെയ്യാത്തത് കൊണ്ടാണ് ആളുകൾക്ക് എന്ത് വരുന്നത്, കംപ്ലൈന്റ് വരുന്നത്. അപ്പൊ അതിനുള്ള കാരണം എന്താണെന്ന് എന്ത് ചെയ്യണം, ആദ്യമേ തന്നെ തിരിച്ചറിയേണ്ടതുണ്ട്. ഓക്കെ, അപ്പോ അതും എന്താണ് അതായത് കസ്റ്റമറിന്റെ കംപ്ലൈന്റ്സിനുള്ള മോസ്റ്റ് ആയിട്ടുള്ള റീസൺ എന്താണെന്ന് എന്ത് ചെയ്യണം, തിരിച്ചറിയണം. ഓക്കെ, മൂന്നാമത്തെ പോയിന്റ്, ഡിസ്കവർ ടെക്നിക്സ് ടു കൾട്ടിവേറ്റ് ആൻഡ് മെയിൻറ്റെയിൻ സ്പെഷ്യൽ കസ്റ്റമർ റിലേഷൻഷിപ്പ്. കസ്റ്റമറുമായിട്ട് നല്ല രീതിയിലൊരു ബന്ധം, റിലേഷൻ മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പുതിയ പുതിയ ടെക്നിക്കുകൾ ആവിഷ്കരിക്കുക. അതായത് കസ്റ്റമറിനെ അല്ലെങ്കിൽ പേഷ്യന്റിനെ ആ ഹോസ്പിറ്റലിലേക്ക് അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പുതിയ പുതിയ ടെക്നിക്കുകൾ യൂസ് ചെയ്യുക. ചില ഹോസ്പിറ്റലൊക്കെ നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ കാണാനായിട്ട് സാധിക്കും, ഫ്രണ്ടിൽ തന്നെ എന്താണ് 3-4 പേര് നിൽക്കുന്നതൊക്കെ ആയിട്ട് കാണാനായിട്ട് സാധിക്കും അല്ലെ. അവരെന്തിനാണ് നിൽക്കുന്നത്, സർവീസ് ചെയ്യാനാണ് നിൽക്കുന്നത് അല്ലെ. അപ്പോ പുതിയ പുതിയ ടെക്നിക്സുകൾ യൂസ് ചെയ്തുകൊണ്ട് പേഷ്യൻസിന് എന്ത് ചെയ്യണം, അട്രാക്ട് ചെയ്യണം. ഓക്കെ, next point, assess your communication style and use two-way communication skills to level with the people, to accept feedback from them and to discuss problems. അതുപോലെ തന്നെ two-way communication skills improve ചെയ്യുക. അതായത് അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ കേട്ട് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾക്ക് റിപ്ലൈ കൊടുക്കുക. ഓക്കെ, അതായത് ഒരാള് മാത്രം സംസാരിക്കുന്ന രീതി ഒഴിവാക്കിയിട്ട് 2 പേരും തമ്മിലുള്ളൊരു കമ്മ്യൂണിക്കേഷൻ സ്ഥാപിക്കുക. അതുപോലെ തന്നെ അവരിൽ നിന്ന് ഫീഡ്ബാക്കുകൾ കളക്ട് ചെയ്തിട്ട് അവരുടെ പ്രോബ്ലംസ് എന്ത് ചെയ്യുക, സൊല്യൂഷൻ കൊടുക്കാനായിട്ട് ശ്രമിക്കാം. ഓക്കെ, ലാസ്റ്റ് പോയിന്റ്, ഐഡന്റിഫൈ സ്പെസിഫിക് പ്രോബ്ലംസ് ഇൻ യുവർ കസ്റ്റമർ സർവീസ് പ്രോഗ്രാം ആൻഡ് അപ്ലൈ ട്രീറ്റ്മെന്റ്. ഓക്കെ, അതായത് പ്രത്യേകമായിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിനെ തിരിച്ചറിയുക. അതായത് ഇപ്പോ ഒരു ഫ്രണ്ട് ഓഫീസിൽ നിൽക്കുന്ന ഒരു സ്റ്റാഫ് ആള് നേരാവണ്ണം പേഷ്യൻസിനെ കൈകാര്യം ചെയ്യുന്നില്ല, അവിടെയുള്ള വിസിറ്റേഴ്സിനെ എന്താ പറയാ കൈകാര്യം ചെയ്യാനായിട്ട് നിൽക്കുന്നില്ല എങ്കിൽ എന്താണ്, എന്തെങ്കിലും ഒരു പ്രോബ്ലം, ഇപ്പോ ഓരോ കൂട്ടം പേഷ്യൻസ് ഈ ഒരു സ്റ്റാഫിനെ കുറിച്ച് വന്ന് കംപ്ലൈന്റ് പറയുകയാണെങ്കിൽ എന്തെങ്കിലും ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു പ്രോബ്ലം ആ ഒരു സ്റ്റാഫിന് ഉണ്ടാകും. ആ ഒരു പ്രോബ്ലം തിരിച്ചറിഞ്ഞുകൊണ്ട് അതിനു വേണ്ടിയിട്ട് ഉള്ള സൊല്യൂഷൻ കണ്ടെത്തുകയും അത് പരിഹരിക്കാനായിട്ട് ശ്രമിക്കുകയും ചെയ്യുക. അപ്പൊ നിങ്ങളാണ് ഫ്രണ്ട് ഓഫീസിൽ നിൽക്കുന്ന ഒരു സ്റ്റാഫെങ്കിൽ നിങ്ങൾക്ക് ഒരു കംപ്ലൈന്റ് വരികയാണ്, നിങ്ങളെ പറ്റി കുറച്ച് ആളുകൾ, 1-2 ആളുകളല്ല, കുറച്ച് ആളുകൾ എന്ത് ചെയ്യാണ്, കംപ്ലൈന്റ് ചെയ്യാണെന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പൊ എന്തെങ്കിലും ഒരു പ്രോബ്ലം അതിനകത്ത് ഉണ്ടാവും അല്ലെ. അതായത് നിങ്ങളെ സംബന്ധിച്ച് എന്തെങ്കിലും ഒരു പ്രശ്നം, നിങ്ങളുടെ ബിഹേവിയറിൽ എന്തെങ്കിലും പ്രശ്നമോ എന്തെങ്കിലും മറ്റു കാരണങ്ങൾ കൊണ്ടായിരിക്കാം ആളുകളോട് നിങ്ങൾക്ക് നേരാവണ്ണം സംസാരിക്കാൻ പറ്റാതെ വരുന്നത്, ആളുകളുടെ കയ്യിൽ നിന്ന് കംപ്ലൈന്റ് ലഭിക്കുന്നത്. അപ്പൊ അതെന്താണെന്ന് തിരിച്ചറിഞ്ഞ് നിങ്ങൾ തന്നെ എന്ത് ചെയ്യുക, ട്രീറ്റ്മെന്റ് എടുക്കുക, അല്ലെങ്കിൽ നിങ്ങൾ തന്നെ അതിന് സൊല്യൂഷൻ എടുക്കുക. ഓക്കെ, അതാണ് അവിടെ പറയുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് എന്ത്, വൈറ്റൽ ഫങ്ഷൻസ് ഓഫ് ഫ്രണ്ട് ഓഫീസ് എന്ന് പറയുന്നത്. ഇത്രയും ഫങ്ഷൻസ് ആണ് ഇതിനകത്ത് ഉള്ളത്.
ഓക്കെ, ക്ലിയർ ആയോ? ഞാൻ മൈക്ക് ഓൺ ചെയ്യുവാണ്, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. തേർഡ് പോയിന്റ്, discover techniques to you cultivate and maintain special customer relationship. കസ്റ്റമറുമായിട്ട് സ്പെഷ്യൽ ആയിട്ടുള്ള റിലേഷൻ മെയിൻറ്റെയിൻ ചെയ്യുന്നതിൽ പുതിയ പുതിയ ടെക്നിക്കുകൾ യൂസ് ചെയ്യുക, പുതിയ പുതിയ മെത്തേഡുകൾ. അതായത് കസ്റ്റമറിനെ അട്രാക്ട് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ട്രെൻഡിങ് ആയിട്ടുള്ള രീതികൾ ഫോളോ ചെയ്താൽ മാത്രമാണ് കസ്റ്റമർ എവിടേക്ക് വരിക. ഓക്കെ, ഇപ്പൊ ഒരു ഹോസ്പിറ്റലിലെ കാര്യമല്ല, ഒരു ടെക്സ്റ്റൈൽസ് എടുക്കാം. ആ ടെക്സ്റ്റൈൽസില് എന്താണ്, ധാരാളം ആളുകൾ ചെല്ലുന്നുണ്ടെങ്കിൽ ആ ടെക്സ്റ്റൈൽസിന്റെ സർവീസ് എന്ന് പറയുന്നത് വളരെ ഹൈ ആയിട്ട് നിൽക്കുന്നതാണ്, ക്വാളിറ്റി ഉള്ള ഒരു സർവീസ് ആണ് അവിടെ കൊടുക്കുന്നത്, അല്ലെ? പക്ഷെ അതുകൊണ്ട് മാത്രം ആളുകൾ അവിടേക്ക് ചെല്ലണം എന്നില്ല, മറിച്ച് അവരെ ആകർഷിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്താൽ കൂടി മാത്രമാണ് അങ്ങോട്ട് ചെല്ലുക. ഫോർ എക്സാമ്പിൾ, ആ ടെക്സ്റ്റൈൽസിന്റെ ഫ്രണ്ടിലായിട്ട് ചിലപ്പോ ആഡി സെയിലെന്നോ ഓണം സെയിലെന്നൊക്കെ എഴുതിയിട്ട് വിലക്കുറവ്, ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ അവിടെ ഷോ ചെയ്ത് കഴിഞ്ഞാല് ആളുകൾ ഒന്നും അതിനകത്ത് കയറൂലേ? ഓക്കെ, അതിനെയാണ് എന്ത് പറയുന്നത്? ടെക്നിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ഇപ്പോ 2 എണ്ണം എടുത്താൽ 1 എണ്ണം ഫ്രീ, അല്ലെങ്കിൽ 1 എണ്ണം എടുത്താൽ 2 എണ്ണം ഫ്രീ, അങ്ങനെയുള്ള ടെക്നിക്സുകൾ യൂസ് ചെയ്താല് ആളുകൾ കൂടുതലായിട്ട് എന്ത് ചെയ്യും? സാധനങ്ങൾ പർച്ചേസ് ചെയ്യും. ഇപ്പൊ നമ്മൾ ടി വിയിൽ കണ്ടിട്ടില്ലേ, കല്യാൺ സിൽക്സിന്റെ ഒക്കെ പരസ്യം കണ്ടിട്ടില്ലേ? 2 ഒരെണ്ണം ഫ്രീ, 5 1 get 1 ഫ്രീ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കണ്ടിട്ടില്ലേ? അങ്ങനെയുള്ളതൊക്കെ എന്താണ്? ടെക്നിക്സുകളാണ്. അതായത് കസ്റ്റമേഴ്സിനെ അട്രാക്ട് ചെയ്യാനുള്ള ടെക്നിക്സുകളാണ്. അപ്പൊ ഹോസ്പിറ്റലുകളിലും എന്ത് ചെയ്യണം? ഇതുപോലുള്ള ടെക്നിക്സുകൾ യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യണം? കസ്റ്റമറുമായിട്ടുള്ള റിലേഷൻ മെയിൻറ്റെയിൻ ചെയ്യണം. അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഓക്കെ, ചിലപ്പോ ഹോസ്പിറ്റലിൽ യൂസ് ചെയ്യുന്നത് നല്ല രീതിയിലുള്ള ബിഹേവിയർ ആവാം, അല്ലെങ്കിൽ ഇപ്പോ ഫോർ എക്സാമ്പിൾ അവരിപ്പോ മാർക്കറ്റിംഗ് മെഷർമെന്റ് അതായിട്ട് ഉപയോഗിക്കുന്നത് കൂടുതലും ഇപ്പോ ഓവറോൾ ഹെൽത്ത് ബോഡി ചെക്കപ്പ് ഒക്കെ ചെയ്യില്ലേ? അപ്പൊ അതിനകത്ത് ഡിസ്കൗണ്ടുകളൊക്കെ അവൈലബിൾ അല്ലേ? ഇപ്പോ ഫുൾ ബോഡി ചെക്കപ്പ് ഒക്കെ ചെയ്യാനായിട്ട് ചിലപ്പോൾ 2000 3000 കൊടുക്കേണ്ടതായിട്ട് വരുള്ളൂ. 10,000 പകരമായിട്ട്, അല്ലെങ്കിൽ ഒരു 25,000 പകരമായിട്ട് നമ്മൾ ഒരു 2000 1000 രൂപയൊക്കെ കൊടുത്തു കഴിഞ്ഞാല് നമ്മുടെ ഫുൾ ബോഡി ചെക്കപ്പ് ചെയ്ത് അവര് തരും, അല്ലെ? പാക്കേജ് എന്ന് പറയുന്നതിന്. അപ്പോ ഇങ്ങനെയുള്ള കാര്യങ്ങളില് കൂടുതലായിട്ടും പേഷ്യൻസിലേക്കോ അല്ലെങ്കിൽ ആളുകളിലേക്ക് എത്തിക്കുമ്പോൾ അവർ കൂടുതലായിട്ട് ആ ഒരു ഹെൽത്ത് കെയർ ഫെസിലിറ്റിയിലോട്ട് എന്ത് ചെയ്യാണ്? അട്രാക്ട് ആവുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള ടെക്നിക്സുകൾ യൂസ് ചെയ്തുകൊണ്ട് കസ്റ്റമറുമായിട്ടുള്ള റിലേഷൻ എന്ത് ചെയ്യണം? മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകണം. ഓക്കെ, വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? വൺ സെന്റൻസ് ക്വസ്റ്റ്യൻ ആണോ 1 വേർഡ് ആണോ എന്ന് ചോദിച്ചാൽ ഇതിൽ നിന്ന് സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവുക കേട്ടോ. അതൊന്നും ഉപയോഗിച്ച് നിങ്ങളെ കരുതി പേടിക്കില്ല. പിന്നെ ഫങ്ഷൻസും കാര്യങ്ങളൊക്കെ വരുമ്പോൾ അതിനകത്ത് ഷോർട്ട് ആയിട്ടാണ് ഫങ്ഷൻസും കാര്യങ്ങളൊക്കെ പറയുന്നതെങ്കിൽ അതിനകത്തുള്ള ക്വസ്റ്റ്യൻ വരാം. വലിയ വലിയ സെന്റൻസുകളും പാരാഗ്രാഫുകളൊന്നും എന്തായാലും എന്ത് വരില്ല? എക്സാമിന് വരില്ല. അതിൽ നിന്ന് സോർട്ട് ഔട്ട് ചെയ്തിട്ടായിരിക്കും എന്ത് വരിക? എക്സാമിന് വരിക കേട്ടോ. ഓക്കെ, ഇവിടെ 4th പോയിന്റ് ഒരാൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതായത് അസസ് യുവർ കമ്മ്യൂണിക്കേഷൻ സ്റ്റൈൽ ആൻഡ് യൂസ് 2-way കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ടു ലെവൽ വിത്ത് പീപ്പിൾ, ടു അക്സെപ്റ്റ് ഫീഡ്ബാക്ക് ഫ്രം ദം ആൻഡ് ടു ഡിസ്കസ് പ്രോബ്ലംസ്. ആളുകളുമായിട്ട് സംസാരിക്കുമ്പോൾ എപ്പോഴും 2-way കമ്മ്യൂണിക്കേഷൻസ് ആണ് കീപ്പ് ചെയ്യേണ്ടത്. 2-way കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? 2 ആളുകൾ തമ്മിൽ എന്ത് ചെയ്യുന്നു? ഇന്ററാക്ട് ചെയ്യുന്നു. 2 ആളുകൾ തമ്മിൽ എന്ത് ചെയ്യുന്നു? കമ്മ്യൂണിക്കേഷൻ നടത്തും. അപ്പൊ ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നുണ്ട്, അല്ലെ? ഇതിനകത്ത് 1-way കമ്മ്യൂണിക്കേഷൻ ആണ്, കാരണം നിങ്ങൾ എന്നോട് മിണ്ടുന്നില്ല. ഓക്കെ, അതായത് നിങ്ങളും കൂടി മിണ്ടിയാലാണ് എന്ത് ചെയ്യുന്നത്? അത് 2-way കമ്മ്യൂണിക്കേഷൻ ആവുന്നത്. 2-way കമ്മ്യൂണിക്കേഷനിലൂടെ മാത്രമാണ് നിങ്ങളുടെ പ്രോബ്ലംസ് ഞാൻ തിരിച്ചറിയുന്നത്. ഇപ്പൊ ഞാൻ തന്നെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നാലും നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ അല്ലെങ്കിൽ മനസ്സിലാവുന്നില്ലെന്ന് എനിക്ക് മനസ്സിലാവില്ലല്ലോ.
ഓക്കെ, നിങ്ങളും കൂടി എന്നോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാലാണ് അതൊരു ഇന്ററാക്റ്റീവ് സെഷൻ ആവുന്നത് അല്ലെ. അപ്പോ ഈ ഒരു 2-വേ കമ്മ്യൂണിക്കേഷൻ ആണ് ഒരു ഹോസ്പിറ്റലിനെ സംബന്ധിച്ച് വേണ്ടത്, അല്ലെങ്കിൽ ഒരു ഫ്രണ്ട് ഓഫീസ് സ്റ്റാഫും ഓപ്പോസിറ്റ് നിൽക്കുന്ന പേഷ്യന്റ് തമ്മിൽ വേണ്ടത് 2-വേ കമ്മ്യൂണിക്കേഷൻ ആണ്. ഇതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം, ആ ഒരു പേഷ്യന്റിൽ നിന്ന് ഫീഡ്ബാക്ക് കളക്ട് ചെയ്യാം. അപ്പൊ നിങ്ങളോട് ഞാൻ സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ എന്നോട് സംസാരിക്കുമ്പോൾ ഞാൻ നിങ്ങളിൽ നിന്ന് എന്ത് ചെയ്യുന്നുണ്ട്, ഫീഡ്ബാക്ക് കളക്ട് ചെയ്യുന്നില്ലേ. നിങ്ങൾ പറയുന്നുണ്ട് എനിക്കിത് മനസ്സിലായില്ല മിസ്സേ, ഒന്ന് 4th പോയിന്റ് പറയോ 3rd പോയിന്റ് പറയോ എന്നൊക്കെ പറയുന്നത് എന്താണ്, അത് ഞാൻ ഫീഡ്ബാക്ക് നിങ്ങളിൽ നിന്ന് കളക്ട് ചെയ്യുന്നതാണ് അല്ലെ. ദെൻ ആ ഫീഡ്ബാക്ക് കളക്ട് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു, ആ ഒരു പ്രോബ്ലംസിന് സൊല്യൂഷൻ ഞങ്ങൾക്ക് തരുന്നു. ഞാനതൊന്നും കൂടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നു. അപ്പൊ അതൊരു സൊല്യൂഷൻ ആയില്ലേ, അതിനെയാണ് അങ്ങനെ പറയുന്നത് കേട്ടോ. ഓക്കെ, അതായത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ ജസ്റ്റ് ഒരു എക്സാമ്പിൾ വെച്ചിട്ട് അതൊന്ന് ലോജിക്കായിട്ട് തിങ്ക് ചെയ്തിട്ട് എന്ത് ചെയ്യുക, പഠിക്കാനായിട്ട് ശ്രമിക്കുക. ഒരു ചാപ്റ്റർ നമ്മൾ പഠിക്കുമ്പോൾ അങ്ങനെ തന്നെ ആ ചാപ്റ്റർ നമ്മൾ ബൈഹാർട്ട് ചെയ്യണം, അങ്ങനെ തന്നെ വിഴുങ്ങണം എന്ന് ഞാൻ പറയില്ല. മറിച്ച് നമ്മുടേതായ രീതിയിൽ ഒന്ന് ചിന്തിക്കുക കേട്ടോ. നിങ്ങൾ ഇപ്പൊ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യാൻ പോകുന്ന ആളുകളാണ്, കൂടുതൽ തിങ്കിങ് ലെവൽ ആവശ്യമുള്ള ആളുകളാണ്. സഡൻ ആയിട്ട് പെട്ടെന്നൊരു പ്രോബ്ലം വന്നു കഴിഞ്ഞാല് നിങ്ങൾക്ക് സ്വയമേ എന്ത് ചെയ്യാൻ പറ്റണം, ഒരു ഡിസിഷൻ എടുക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പൊ നമ്മുടെ ചിന്താഗതി കൂടുകയാണ് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞു, അതായത് എന്റെ ക്ലാസ്സുകളിൽ നിന്ന് മാത്രമുള്ള കാര്യങ്ങളല്ല പറയുന്നത്, പുറത്തു നിന്നുള്ള ധാരാളം കാര്യങ്ങൾ കൂടി ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. അത് നിങ്ങളുടെ തിങ്കിങ് ലെവൽ കൂട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പുറത്തു നിന്നുള്ള ധാരാളം കാര്യങ്ങൾ ഞാൻ ആഡ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാം, അതിനനുസരിച്ച് ഇപ്പൊ ഒരു പാരാഗ്രാഫ് വായിച്ചു കഴിഞ്ഞാല് വൈറ്റൽ ഫംഗ്ഷൻ ഓഫ് ഫ്രണ്ട് ഓഫീസ് എന്ന് പറയുന്ന ഒരു സബ് ടോപ്പിക്, അതായത് നമ്മളത് വായിച്ചു കഴിഞ്ഞാല് അതിൽ നിന്നും മാത്രം ഉൾക്കൊള്ളാതെ, അതിനകത്ത് എന്താണ് പറയുന്നത് മാത്രം ഉൾക്കൊള്ളാതെ ഇതിനെ കൂടുതൽ ചിന്തിക്കാനായിട്ട് ശ്രമിക്കാം. ഫ്രണ്ട് ഓഫീസ് സ്റ്റാഫ് എന്ന് പറയുന്നത് ഇങ്ങനെ ചെയ്താൽ ഇങ്ങനെയാവും, അല്ലെങ്കിൽ അതായത് ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അത് ഇങ്ങനെയാവാനായിട്ട് സാധ്യതയുണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെ ബിഹേവ് ചെയ്യുമ്പോൾ അത് നല്ലതാവാനായിട്ട് സാധ്യതയുണ്ട്. അങ്ങനെ എന്ത് ചെയ്യുക, കണക്ട് ചെയ്ത് തിങ്ക് ചെയ്ത് എന്ത് ചെയ്യുക, പഠിക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ, ക്ലിയർ ആയല്ലേ? ഓക്കെ, ഇനി എന്തെങ്കിലും സംശയം ഉണ്ടായിരുന്നെങ്കിലോ, ഡൗട്ട് ഉണ്ടോ? ഇല്ല. അപ്പൊ ഇതുവരെ എന്ത് ചെയ്യാം, വായിച്ചിട്ട് വരിക കേട്ടോ. ഞാൻ തന്ന നോട്ടുകൾ എന്ത് ചെയ്യാം, വായിക്കുക. അതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും കേട്ടോ. അപ്പൊ അത് മുൻകൂട്ടി കണ്ടുകൊണ്ട് എന്ത് ചെയ്യുക, അതും ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം. വെറുതെ തന്നതല്ല കേട്ടോ നോട്ട്, അത് പഠിക്കാനായിട്ട് തന്നതാണ്, അതും വായിക്കണം. ഓക്കെ, അപ്പൊ വൈൻഡപ്പ് ചെയ്യാം അല്ലേ? ഓക്കെ, താങ്ക് യു. Thank you. Thank you, ma'am.